എല്ലാവർക്കും നമസ്കാരം. ഫേസ്ബുക്കിൻ്റെ ഓഫീസിലാണ്, അതായത് ഓർമ്മയിലൊരു ശിശിരം എന്ന് പറഞ്ഞ സിനിമയുടെ ഡിജിറ്റൽ ഓഡിയോ ലോഞ്ചും പിന്നെ സിനിമ എന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്നതും സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ 4:30 എത്തുമെന്ന് പറഞ്ഞാണ്. എന്താ ശരിക്കും സംഭവം എന്ന് വെച്ചാൽ പാരഡൈസ് ഹോട്ടലിൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചു ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു അവർ. നമ്മളെ പാരഗനുണ്ട്, അതായത് പാരീസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇത്രയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഹൈദരാബാദ് പാരഡൈസിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വന്നു. എല്ലാരും കൈയിട്ടിരിക്കുക, കാരണം അപ്പോൾ ഫേസ്ബുക്ക് ലൈവിലാണ് നമ്മൾ വെറുതെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഓരോരോ ആൾക്കാരും ഓരോ ഫോണിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ ആൾക്കാരും സ്കൂളിൽ നമ്മൾ സ്ഥലമില്ലാതെ ഇരിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഓർമ്മയിലൊരു ശിശിരത്തിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന്റെ ഡയറക്ടർ ഉണ്ട് വിവേകാര്യൻ കൂടുതൽ വിശേഷം പറയുന്നതായിരിക്കും. പറഞ്ഞു ആരും കാത്തു കണ്ടില്ല, ആക്ഷൻ ഒന്നും പറയില്ല. ഈ വരുന്ന 19-ാം തീയതി സിനിമ നിങ്ങളുടെ മുമ്പിലെത്താണ്. ഇനി ജസ്റ്റ് 9 ദിവസം മാത്രം നിങ്ങളുടെ ലോങ് കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഞങ്ങൾ എന്താണ് സിനിമ എന്നൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താ പറയുക, എൻ്റെ കൂടെ അനശ്വര ഉണ്ട്, ദീപക് ഉണ്ട്, സാം ഉണ്ട്, പിന്നെ we are really proud to bring him on board. Vijay is there. Yes. Music director Ranjan Raj, Eldo, James എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഞങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളായിട്ട് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ട്രെയിലർ ഒന്നുകൂടി കണ്ടു കാണാം. നമുക്ക് പോവാം. എന്റെ മാഷേ, ഇതൊന്നുമില്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ, അതിൻ്റെതായ ഒരു അച്ചടക്കെങ്കിലും വേണ്ടേ? തങ്ങളോട് ബൂട്ട്കെട്ട് പാൻ അടിക്കാനല്ലേ പറഞ്ഞു, ഇതുമാതിരി കുഴല് പോലെ ഉണ്ടല്ലോ. ഈ ചെങ്കണ്ണ് സാബ് അത്ര ഹൃദയമില്ലാത്തവനാന്ന് നീ കരുതിയോ? നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായ അത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അല്ലേ? താങ്ക്സ്. എന്തിനാ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? നമുക്ക് അവർക്കൊരു ലെറ്റർ കൊടുത്താലോ? ലെറ്റർ സിമ്പിൾ മെത്തേഡല്ലേ. പീപ്പിൾ ലാഫ് അറ്റ് മീ. എന്താണെന്നറിയോ? ഐ എം ഡിഫറെന്റ്. നീ ഇടയ്ക്ക് ഓരോന്ന് ചെന്ന് ചോദിച്ചു അവനെ ശല്യപ്പെടുത്തണ്ട. അവനത് പഠിച്ചോട്ടെ. പിന്നീട് പഠിക്കാനുള്ള പുസ്തകം തുറന്നാ കാണുന്നത് അവളുടെ കണ്ണുകളായിരുന്നു. ഇഷ്ടാന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. സ്കൂളിന്റെ അകത്ത് വെച്ചിടിച്ചല്ലേ പ്രശ്നമുള്ളൂ, സ്കൂളിന്റെ പുറത്ത് വെച്ചിടിക്കാലോ. എൻ്റെ മനസ്സിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. എൻ്റെ മകൻ്റെ മനസ്സിൽ ഞാനറിയാത്ത ഒന്നുമില്ലെന്ന്. എന്റെ ഇഷ്ടം എന്താണെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ? താൻ ഇപ്പം എടുത്ത ഈ റിസ്ക് ഉണ്ടല്ലോ, തൻ്റെ പ്രായത്തിൽ ഞാൻ എടുക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ രാത്രി വിളിക്കട്ടെ, ഒരു 11 മണിക്ക്. ഹലോ ഹലോ. ഉറങ്ങിയില്ല? വിളിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങും. എന്താ കാര്യം വെച്ചാൽ പെട്ടെന്ന് പറ. യെസ്, അപ്പോൾ ട്രെയിലർ കണ്ടു. ഈ ട്രെയിലറിൻ്റെ ആ ഫൺ അതേപടി നമ്മളിവിടെ എന്താ പറയുക അല്ലേ, നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൻ്റെ ഓഫീസിൽ വരുന്നത്. ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. എന്താ പറയുക, ഞാൻ എല്ലാവരെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അനശ്വര പൊന്നമ്പത്ത്, വർഷ, നമ്മുടെ ഓർമ്മയിലൊരു ശിശിരത്തിൽ വർഷയായിട്ടാണ് വരുന്നത്. വർഷ ഈ പറഞ്ഞ പോലെ വളരെ ബബ്ലി ആയിട്ടുള്ള ഒരു പഠിപ്പിസ്റ്റാണ്. എന്താ പറയുക, ഒരുപാട് നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പോൾ ഇതിനകത്ത് വർഷയുടെ പാട്ടുകളിലൂടെ ഒരുപാട് കഥ പറയുന്നുണ്ട്.
അതിനുശേഷം നമ്മുടെ നായകൻ നിതിൻ മോഹൻ, ദീപക് പറമ്പോൾ നിതിൻ മോഹനായിട്ടാണ് വരുന്നത്. നിതിൻ എന്താ പറയുക, ഒരുപാട് നമ്മളെ പോലത്തെ ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് പഠിക്കാതെ അതേപോലെ ശരിക്കും ഇവന്റെ, അതായത് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓർമ്മയിൽ ശിശിരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡയറക്ടറായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചത്. എന്നുവെച്ചാൽ സിനിമയിൽ ഒരു ഡയറക്ടർ ആവാനുള്ള ഒരു തയ്യാറെടുപ്പ് ചെയ്യുന്ന ക്യാരക്ടറാണ്. അപ്പം കുറെയൊക്കെ ഇപ്പം സിനിമ ആഗ്രഹിച്ചെടുക്കുന്ന ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവന്റെ ഒരു ലൈഫായിട്ട് കുറെയൊക്കെ എനിക്കൊന്ന് ഇതിന്ന് പറഞ്ഞ ക്യാരക്ടർ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവന്റെ ഗുരു, അതായത് ജിത്തു ജോസഫ് സാർ ഇത് പടത്തില് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ഇവൻ എന്തോ സാറോട് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ചോദിച്ച കുറെ ചോദ്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഡയലോഗായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫ് ക്യാരക്ടറാണ്. അപ്പൊ ഇപ്പോഴും റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് നിതിന്റെ പോലെ നിൽക്കുകയാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ ജിമ്മൻ, ക്യൂനിലെ ജിമ്മൻ, ഇതില് നമ്മുടെ റോബിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പള്ളിയിലച്ചൻ ആവാൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിലെ 1-ാം തരം കോഴിയാണ്, അത് വേറെ കാര്യം. പിന്നെ ജെയിംസ് ഉണ്ട്. ജെയിംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോമഡി ഉത്സവത്തിൽ വളരെ ഫേമസ് ആണ്. എനിക്ക് തോന്നുന്ന TV പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനാണ് ജെയിംസ്. ഇതിൻ്റെ അകത്ത് അഭിലാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അബി എന്നാണ് വിളിപ്പേര്, വേറെ ഉണ്ട്, അത് സസ്പെൻസ് ആണ്, അത് സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതൊരു കിഡ്ലൻ വിളിപ്പേരാണ്. പിന്നെ നമ്മുടെ എൽദോ റിയാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. റിയാസ് ഈ പറഞ്ഞ പോലെ എന്തിനും ഏതിനും കാല് പറ്റുമെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം കയറെടുത്ത് ഇതിൻ്റെ കൂടെ ചാടി ഇറങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. കംപ്ലീറ്റ്ലി ഫണ്ണാണ് റിയാസിൻ്റെ ഇടവും വലവും നിന്ന് നിർത്താതെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരാണ് റോബിനും അബീബ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഫുൾ ഫൺ, എന്താ പറയുക, ചിരിച്ച് മടുക്കാനുള്ള അത്രയും സീൻസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ചിരിച്ച് ഞങ്ങൾ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ട് കുറച്ചൊക്കെ തള്ളട്ടെ ഡയറക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സമയത്ത് ഞാൻ മൈക്ക് അവിടെ ഇട്ടിട്ട് ഓടി. അതങ്ങനെ. അപ്പൊ ഇത് തന്നെയായിരുന്നു നമ്മുടെ സെറ്റിലും, ഇത് തന്നെയായിരുന്നു അവസ്ഥ സെറ്റിലും. പിന്നെ പിന്നെ നമ്മുടെ സിനിമയുടെ, അതായത് ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയുടെ ഏറ്റവും ബാക്ക് ബോണായ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോസഫ്, നിത്യഹരിത നായകൻ, അതിനുശേഷം 3-ാമത്തെ സിനിമ ഓർമ്മയിലൊരു ശിശിരം. എനിക്ക് വളരെ പേഴ്സണലി എന്താ പറയുക, എൻ്റെ ഒരു ബ്രദറെ പോലെയാണ് രഞ്ജിൻ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതെങ്ങനെ വേണമെങ്കിലും കാണുന്ന ആൾക്കാർക്ക് പ്രഡിക്റ്റ് ചെയ്യാം. അതേപോലെ അതേപോലെ ഈ സിനിമയിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ട്രാക്ക്, അതായത് ഈ സിനിമയുടെ ഇമോഷണൽ പീക്കിലെത്തി കഴിയുമ്പോൾ പിന്നെ സിനിമ കൊണ്ടുപോകുന്നത് ഒറ്റ പാട്ടിലൂടെയാണ്. ആ പാട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു 3 മിനിറ്റായിട്ട് നിൽക്കാതെ ഒരു കുറേ നേരത്തേക്ക് ആ പാട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു ഇമോഷൻ, ഒരു സ്റ്റോറി തന്നെ ആ പാട്ടിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ ശബ്ദം വിജയ് യേശുദാസാണ്. അപ്പോൾ ഒരു ഇമോഷണൽ ഒരു ടേക്ക് ഓവർ കംപ്ലീറ്റ്ലി ഓർമ്മയിലൊരു ശിശിരം കൊണ്ടുവന്നത് വിജയേട്ടനാണ്. അതല്ലാതെ വേറെ 3 പാട്ടുകളും കൂടി ഉണ്ട് സിനിമയിൽ, ഗംഭീരമായിട്ടുള്ള 3 പാട്ടുകളും കൂടി ഉണ്ട്. എല്ലാവരും ഗംഭീര സിംഗേഴ്സാണ്. ഹരിചരൺ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ബെന്നി ഡയൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ പുതിയ സിംഗർ മെറിൻ ഒരു 2 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി ഇവിടെ ഇരിക്കാത്ത ഒരാൾ അവിടെ പുറകിൽ നിൽപ്പുണ്ട്. നമ്മുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ലീജ മാം പുറകിൽ നിൽപ്പുണ്ട്. സമയമാകുമ്പോൾ ചിലപ്പോൾ കയറി വരുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ നെടുന്തൂൺ. അതെ, ലീജ മാം ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഇല്ല, മാക്രോ പിക്ചേഴ്സ് ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല. വാങ്ങിച്ചത്. അതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ടീമിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെയാണ്, പൊളിയാണ് ഫുൾ ഞങ്ങളുടെ ടീം. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുള്ള ഉറപ്പുണ്ട് ഞങ്ങൾക്ക്.
പിന്നെ എന്താണ് ഞാൻ നമ്മുടെ ദീപക്കിലേക്ക് കൈമാറുകയാണ്. ദീപക് പറ. നീ അടുത്ത് തന്നെ പറയാനുള്ളൂ. അതായത് ശരിക്കും ഈ സിനിമ 2 കാലഘട്ടം, അതായത് ഒരു +1 കാലഘട്ടവും അത് പിന്നെ ഒരു പ്രസന്റും പറയുന്ന സിനിമയാണ്. കുറേ പറഞ്ഞ് മടുത്ത്. കാരണം കുറേ കാലമായി ഈ സിനിമ നമ്മൾ ചെയ്തിട്ടില്ലേ. ഈ ജൂലൈ 19 എന്തായാലും സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 കാലഘട്ടം പറയുന്ന സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു നിതിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, നിതിൻ മോഹൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, ഒരു 10 കിലോ കുറച്ചല്ലേ, 10-12 മതി എന്നാലും പറയല്ലോ, ഒരു 3 കിലോ കൂടി കിടക്കത്തില്ല, 10 കിലോ കുറച്ച്. അപ്പോൾ അതിൽ ആ ഒരു ക്യാരക്ടർ ഒരു ചേഞ്ച്, അങ്ങനെ ഒരു ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് വർക്കായോ ഇല്ലയോ എന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും എൻ്റെ ഒരു വിശ്വാസത്തിൽ ദീപക് ഏറ്റവും വർക്കായിട്ടുണ്ട്. ദീപകിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്നറിയോ? ആദ്യമായിട്ടാണ് ഒരു സിനിമയില് താടിയും മീശയും ക്ലീൻ ഷേവ് അടിച്ച് അഭിനയിക്കുന്നത്. അപ്പൊ അത് ആര് പഠിച്ചാലും ഭയങ്കര മോശമായിരിക്കും, നീ പഠിച്ചാലും ഭയങ്കര മോശമായിരിക്കും അല്ലേ? ഇല്ലല്ലോ, നിങ്ങൾ ഞാൻ ആക്ച്വലി കുറെ നാളായിട്ട് ഷൂട്ടിംഗ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ശരിക്കും ദീപക് സ്കൂളിലായിരുന്നപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പോ കൺവിൻസ് ആയി നടത്തും. ഞാൻ ട്രെയിലർ ഞാനിപ്പോൾ ഓഫ്കോഴ്സ് എന്താണ് ഷൂട്ടിംഗ് യൂണിറ്റിൽ ഞാൻ അതിൻ്റെ പാർട്ടിലല്ല, പ്ലേ ബാക്ക് സൈഡിലാണ്. അപ്പോൾ പക്ഷെ ട്രെയിലർ ഓൾറെഡി എനിക്ക് രഞ്ജൻ എനിക്ക് അയച്ചു തന്നിരുന്നു. ആൻഡ് ആദ്യം എനിക്ക് കണ്ടപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതല്ലാണ്ടുള്ള എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. ആൻഡ് അവിടെയൊക്കെ ഓരോരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസസ് ആണ്. അപ്പോൾ ഇതിൽ അതിൻ്റെതായ ആ ലുക്കിന് മാക്സിമം സ്കൂൾ ബോയ് ലുക്ക് കൊണ്ടുവരാൻ യൂസ് ട്രൈഡ് ഉണ്ട്. ട്രെയിലർ അയച്ചു കൊടുത്തപ്പോൾ ആദ്യം ഷെയർ ചെയ്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ചു കൊടുത്തത് പുള്ളി ഇൻസ്റ്റയിലും ഒക്കെ എല്ലാ ഫേസ്ബുക്കിലും എല്ലാവരുടെയും പുള്ളിയുടെ ഒരു ഷെയർ ഉണ്ടായിരുന്നു. അപ്പം എനിക്കും ആസ് എ മ്യൂസിക് കമ്പോസർ ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഓർമ്മയിലൊരു ശിശിരം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഈ പറഞ്ഞ നിത്യഹരിനായരും ജോസഫിന് ശേഷം ആ ഒരു സ്റ്റൈൽ ഓഫ് ആ ഒരു മ്യൂസിക്കിന്റെ സ്റ്റൈലല്ല ഇതിൽ കൊണ്ടുവരാൻ സാധിച്ചത്. കുറച്ചും കൂടി ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ട് വെസ്റ്റേണൈസ്ഡ് ആണെങ്കിലും അതിലൊരു എന്താ പറയാ, നമ്മൾ മലയാളം കണ്ടന്റ് കൊണ്ടുവരാനുള്ള ഒരു, കാരണം നമ്മുടെ വിഷ്വൽസ് കൂടുതലും ഗ്രാമീണ ഭംഗി. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു മലയാള തനിമ കളയാതെ തന്നെയുള്ള ഒരു മ്യൂസിക് കമ്പോസിങ് സ്റ്റൈൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം വീച്ചേട്ടൻ എൻ്റെ എന്താ പറയാ എല്ലാ പടത്തിലും നിത്യഹരിനായരിൽ പാടിയിട്ടില്ല. നമ്മള് സക്സസ്ഫുൾ ആയ ശേഷം വന്നത് പിന്നെ ജോസഫിൽ 3 ട്രാക്സ് വീച്ചേട്ടൻ പാടി, 3 സൂപ്പർ ഹിറ്റ്, സ്റ്റേറ്റ് അവാർഡ്. ഇനിയും കിട്ടിയിട്ടില്ല. അപ്പോൾ വീച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എൻ്റെ കമ്പോസിഷൻ എപ്പോഴും എൻഹാൻസ് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പാടുമ്പോൾ പലപ്പോഴും ഡയറക്ടേഴ്സ് പറയാറുണ്ട് രഞ്ജൻ തന്നെ പാടിയാൽ മതി എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് വേറൊരു ശബ്ദത്തോടെ കേൾക്കുമ്പോൾ ഓക്കെ, രഞ്ജൻ പാടിനേക്കാളും കൊള്ളായിരുന്നു തോന്നുമ്പോൾ വീച്ചേട്ടൻ പാടുമ്പോഴായിരുന്നു. അത് ജോസഫ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നല്ലോണം വധിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി പിന്നെ അത് മാത്രമല്ല, വിജയേട്ടൻ കൂടാതെ തന്നെ നമ്മുടെ മലയാളത്തിൽ നല്ല മീൻസ് ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിംഗേഴ്സ് ആയ ബെന്നി ദയാൽ പാടി. ബെന്നി ചേട്ടൻ എത്താൻ പറ്റില്ല, വിജയേട്ടൻ മാത്രമാണ് എത്തിയത്. ഹരിചരൺ പാടി. പിന്നെ മെറിൻ ഗ്രിഗറി ആദ്യമായിട്ടാണ് മെറിൻ ഇത്രയും ഒരു ഫുൾ ലെങ്ത് സോങ് പാടുന്നത്. ഇതൊരു സോളോ സോങ്, ഇതിൽ കൈനീട്ടി ആരോ എന്ന് പറയുന്ന പാട്ട് ഈ സിനിമ ക്യാരി ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതും മെറിഞ്ഞാണ് പാടുന്നത്. പിന്നെ ഹരിചരൻ്റെ കൂടെയുള്ള ഡ്യുവറ്റും മെറിഞ്ഞാണ് പാടിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെന്റ്സ് നടത്താനുള്ള ഒരു സ്പേസ്. ഫ്ലൂട്ട് RRL യൂസ് ചെയ്ത ഫ്ലൂട്ട് RRL നമ്മൾ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ, അതിലൊരു ഫ്രീഡം. മാക്രോ പിക്ചേഴ്സ് ആണെങ്കിലും വിവേക് ആണെങ്കിലും ദീപക് ആണെങ്കിലും നമ്മുടെ കൂടെ നിന്ന ഈ ടീം എല്ലാവരും, ദീപക് പിന്നെ എല്ലാം കയറി വന്നിട്ട് അളിയാ കൊള്ളാം അങ്ങനെയായിരുന്നു. പക്ഷേ വാട്ടെവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്. എല്ലാവർക്കും നല്ല പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ നല്ലതാണെന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഉപയോഗിച്ച ഫ്ലൂട്ട് നമ്മുടെ പൂമുത്തോളെയൊക്കെ പ്ലേ ചെയ്ത കമലകർ സാർ തന്നെയാണ് വായിച്ചിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് വന്നിട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ലിറിക്സ് ചെയ്തത് ഹരിനാരായണൻ ചേട്ടനാണ്. ഇതിലെ 3 പാട്ടിൽ ചെയ്തത് ഹരിനാരായണൻ ചേട്ടനാണ്. നമ്മുടെ ഉയരുന്നതിനെയും കണ്ടെത്താ ദൂരം ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കണ്ടെത്താ ദൂരത്തിനാണ് ഹരിനാരായണൻ ചേട്ടൻ. ഇവര് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇടപെടുകയാണ്. മ്യൂസിക്കിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പോളിംഗും കൂടെ വെക്കുകയാണ്. ഇപ്പോൾ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതായത് വീച്ചേട്ടൻ ഒരുപാട് ഹിറ്റ് സോങ്സ് പാടിയ വ്യക്തിയാണ്. അപ്പോൾ വീച്ചേട്ടൻ കുറെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ വീച്ചേട്ടൻ
വിജയേട്ടൻ പാടിയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് സജസ്റ്റ് ചെയ്യാം, കമന്റ് ചെയ്യാം. അവർക്ക് പ്രിയപ്പെട്ട വിജയ് യേശുദാസ് പാടിയ ഗാനങ്ങൾ സജസ്റ്റ് ചെയ്യാം. അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന വിജയേട്ടന് ഇഷ്ടമുള്ള ഒരു പാട്ട് വിജയേട്ടൻ 4 വരി അവസാനം പാടുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിനിമയിലെ മറ്റ് താരങ്ങളെ കുറിച്ച് പറയാം. നമ്മുടെ അലൻ സിയാർ, അലൻ ചേട്ടൻ, അശോകേട്ടൻ ഇതിനകത്തൊരു ഗംഭീര ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അശോകേട്ടൻ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഒരു ഗംഭീര ക്യാരക്ടർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു അച്ഛൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു അച്ഛൻ. 2 ടൈപ്പ് ഓഫ് അച്ഛന്മാർ, 2 ടൈപ്പ് ഓഫ് അച്ഛന്മാരുണ്ട്. നിതിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ അച്ഛനും വർഷയുടെ അച്ഛനും രണ്ടും ഒരേ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. 2 അച്ഛന്മാര് നമുക്ക് നേരിട്ട് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അങ്ങനത്തെ. പിന്നെ അമ്മമാര് പാർവതി ചേച്ചി, നീന ചേച്ചി, അതേപോലെ ബേസിൽ ഒരു ഗംഭീര ക്യാരക്ടർ. അതെ, ഇവിടെ നമ്മൾ ബേസിലിനെ മിസ് ചെയ്യുന്നുണ്ട് സീരിയസ്ലി. ബേസിൽ ഒരു ഗംഭീര ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബേസിൽ ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു വരുന്നുണ്ട്. അതിനകത്ത് ഓർമ്മയിലൊരു ശിഷ്യത്തിൻ്റെ ക്യാരക്ടർ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അത്രയും ഗംഭീരമായിട്ട് ചിരിക്കാൻ പറ്റും. എന്തായാലും ബേസിലിനെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റും. പിന്നെ ഇതില് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അതേപോലെ സുധീർ കരമന പ്രിൻസിപ്പളായിട്ട് ഇവരെല്ലാവരും, ശ്രീതേട്ടൻ, സുധീരേട്ടൻ ഇവരെല്ലാവരും ഇങ്ങനെ വടിയുമ്പോൾ നിർത്തുന്ന ഒരു ക്യാരക്ടറാണ് ശ്രീതേട്ടൻ. അതിന് മുകളിലാണ് നമ്പൂരിമാഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ശ്രീതേട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ അടിക്കണം എന്നുള്ള സെറ്റപ്പിലാണ് പുള്ളി ക്ലാസ്സിലേക്ക് വരുന്നത് തന്നെ. അതുപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അതേപോലെ എന്താ പറയുക, സിജോയേട്ടൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നു. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് സിജോയേട്ടൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കോട്ടയം പ്രദീപേട്ടൻ ഒരു ഒറ്റ സീനിൽ വന്നു പോകുന്നുണ്ട്, അടിപൊളി ഒരു സീനിൽ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ്. ഒരുപാട് സുഹൃത്തുക്കൾ ഓഡീഷൻ വഴിയാണ് തലശ്ശേരിയിൽ ഒരുപാട് സുഹൃത്തുക്കൾ. തലശ്ശേരി നമ്മുടെ സിനിമയിൽ നമ്മൾ ഒരിക്കലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ പടത്തിൽ. നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തലശ്ശേരിയിൽ നിന്ന് തന്നെ 10-30ഓളം ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ യൂസ് ചെയ്ത് ഒരുപാട്. ഇതൊരു സ്കൂൾ സബ്ജക്റ്റ് ആണ്. എനിക്ക് റീസെന്റ് അറിഞ്ഞ ഒരു കാര്യമായിരുന്നു, അനശ്വരയുടെ സ്കൂളിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. അനശ്വര ആദ്യമായിട്ട് ഹീറോയിനായിട്ട് വരുന്ന പടം അവിടെ തന്നെ ഷൂട്ട് ചെയ്തു. അതേ യൂണിഫോം ആയിരുന്നോ? പക്ഷേ PG കഴിഞ്ഞിട്ട് പിന്നെയും സ്കൂളിലേക്ക് പോകാൻ പറ്റിയൊരു എക്സ്പീരിയൻസ്. ഷൂട്ട് നടക്കുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ വന്നായിരുന്നു. പക്ഷെ അവര് എന്നെ കണ്ടപ്പോ പഴയതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു ആശ്വാസം. അനശ്വര ഈ പറഞ്ഞ പോലെ 5 വർഷം കലാതിലകമായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡാൻസിൽ നിന്ന് വർഷയിലേക്ക് വർഷ ഡാൻസ് കളിക്കില്ല, പാട്ടുകാരിയാണ്. അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം, ഈ സിനിമയിൽ ഞാൻ ഡാൻസ് കളിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വർഷ ഭയങ്കര കണക്റ്റഡ് ആണ്. നല്ല ഒരു ബോൾഡായ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ എന്താ പറയുക, അച്ഛനും മകളും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ക്യാരക്ടർ അതിൽ. സോ ഐ എം വെരി ഹാപ്പി. താങ്ക് യു വിവേകേട്ടൻ ആൻഡ് മാക്രോ പിക്ചേഴ്സ്. എന്തായാലും ഒരു ഡിജിറ്റൽ ഓഡിയോ ലോഞ്ച് കൂടിയാണല്ലോ. നമ്മുടെ ഈ പടത്തിന്റെ, നമ്മുടെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്ന വ്യക്തിയുടെ ശബ്ദമാണ് നമ്മുടെ സൈഡിലിരിക്കുന്നത്. വീഴ്ചയുടെ ശബ്ദം കൊണ്ട് എനിക്ക് അധികം അധികം പണിയേണ്ടി വന്നില്ല. കാരണം കംപ്ലീറ്റ്ലി കിടക്കുന്നത് ഫുൾ ഓണായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് വന്നും പോയും കൊണ്ട് ആ പാട്ടാണ് ഈ സിനിമ അപ്ലിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. കാരണം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു പീക്കിൽ നിൽക്കുമ്പോഴാണ് ഈ പാട്ട് വരുന്നത്. അപ്പോൾ വളരെ ടച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹരിനാരായണൻ ചേട്ടൻ ഇതേ വരികളാണ്. അപ്പോൾ ആ പാട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചേട്ടൻ്റെ ശബ്ദത്തിൽ കൂടെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു ആദ്യമായിട്ടാണ് ഐ തിങ്ക് ലൈവായിട്ട് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പാടുന്നത്. സോ നിങ്ങൾ അതിന്റെ ഒറിജിനൽ ഓഡിയോയിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒറിജിനൽ സിംഗറുടെ ശബ്ദം ലൈവായിട്ട്. അതെ, അത് നല്ല കാര്യമാണോ എന്നുള്ളത് ഇപ്പോൾ ഇത് അല്ല, ഇതിപ്പോ ട്രൈ ആണല്ലോ ഇപ്പൊ നമ്മൾ പാടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത വേർഷൻ നമ്മൾ. സോ യാ, ലെറ്റ്സ് സിംഗ് അല്ലേ? ഇതും വേണം. സോ വേനൽ പൊതിഞ്ഞ വാനം എന്ന ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഫോർ ദ ഫസ്റ്റ് ടൈം ഫേസ്ബുക്ക് ലൈവ്. വേനൽ
പൊതിഞ്ഞ വാനം വിമുഖമാകെ ഓരോ ജലാർദ്രമേഘവും പറന്നു പോകെ വേവും വെയിൽ ചില്ലയൊന്നിൽ ഇതേതോ കിളിക്കുഞ്ഞു മാത്രം ഉരുകുന്നൊരാത്മാവിനീണങ്ങളാ ചൂഴുമേകാന്ത മൗനങ്ങളാ മഴയ്ക്കു കാതോർത്തിരുന്നു ഹേമന്തരാഗങ്ങളെങ്ങോ പോയി പൂവാക ചൂടിലെരിഞ്ഞേ നിന്നെ പകുതിയായൊരു വാക്കെന്തിനോ ഉയിരിനാഴങ്ങളിൽ നീറിയോ കെടാത്ത ജീവന്റെ നാളവും അണഞ്ഞു പോകുന്നു കാറ്റിൽ കിനാവുണങ്ങും പൂവാകയൊന്നിലായി മനസ്സു നോവുന്ന പ്രാവു ഉരുകുന്നൊരാത്മാവിനീണങ്ങളാ ചൂഴുമേകാന്ത മൗനങ്ങളാ മഴയ്ക്കു നീർപ്പൊയ്ക നോവിൽ വരണ്ടേ നിന്നെ ശിഥിലമായൊരു നോക്കെന്തിനോ നിനവതോരോന്നിലും നിന്നെയോ മരന്തമില്ലാ പൂവിൻ്റെ ചുണ്ടുകൾ മുറിഞ്ഞു വീഴുന്നു താനേ വരാത്ത കാലം ഓർത്തോർത്തു പിന്നെയും പിടഞ്ഞു പോകുന്ന പ്രാവോ ഉരുകുന്നൊരാത്മാവിനീണങ്ങളാ ചൂഴുമേകാന്ത മൗനങ്ങളാ മഴയ്ക്കു കാതോർത്തിരുന്നു വേനൽ പൊതിഞ്ഞ വാനം വിമുഖമാകെ ഒരു ജലാർദ്രമേഘവും പറന്നു പോകെ വേവും വെയിൽ ചില്ലയൊന്നിൽ ഇതേതോ കിളിക്കുഞ്ഞു മാത്രം ഉരുകുന്നൊരാത്മാവിനീണങ്ങളാ ചൂഴുമേകാന്ത മൗനങ്ങളാ മഴയ്ക്കു കാതോർത്തിരുന്നു ഒഫീഷ്യൽ ലോഞ്ച് അതെ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ദി സോങ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് പാട്ട് നമ്മൾ യൂട്യൂബിലോ എവിടെയും കാണിക്കാതെ നേരിട്ട് സിംഗറിനെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ പാട്ട് കേട്ടിരിക്കുന്നത് ഇങ്ങനെ ലൈവായിട്ട്
ഡയറക്ട്ലി അതുകൊണ്ടുള്ള ചില നമുക്ക് കുറെ കമന്റ്സ് വന്നോ? കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതിലെ ഹീറോ ആരാന്ന് ജിംറൂട്ട് വിജു ചേട്ടനൊരു ഹായ് ഫ്രം മുംബൈ. ഉഷ ഉണ്ണികൃഷ്ണൻ നായർ. പിന്നെ അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ കമന്റ്സ് വരുന്നുണ്ട്. ഹായ് 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 എല്ലാവർക്കും ഹായ്. ഇതിലെ ഫ്രണ്ട്ഷിപ്പ് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടന്ന് നമ്മളെല്ലാവരെയും രസിപ്പിച്ചിരിക്കുന്ന 3 പേരാണ്, സാം, ജെയിംസ് ആൻഡ് എൽദോ. അപ്പോൾ റിയാസ്, അബി ആൻഡ് റോബിൻ. അപ്പോൾ നമുക്ക് റിയാസിലേക്ക് പോകാം. റിയാസിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ക്വീൻ ആയിരുന്നു. അപ്പോൾ ക്വീൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർമ്മയിലൊരു ശിശിരം എന്ന സബ്ജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് ഈ മൂവിയിലേക്ക് വിളിക്കുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ലീജാമാണ്. അപ്പോൾ ലീജാമൻ വിളിച്ചിട്ട് ഇങ്ങനെ നമുക്കൊരു സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവേകാര്യൻ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിവേകിനെ പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആണ് വിവേകനെ കാണുന്നത്. വിവേകൻ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് ശരിക്കും ഞാൻ എൻ്റെ +2 ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏകദേശം എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെ ആണെങ്കിലും സീനിയേഴ്സിൻ്റെ കൂടെ അടി കൂടിയതാണെങ്കിലും അല്ലെങ്കിൽ +2 ലൈഫിൽ ഓണം ആഘോഷിച്ചത്, ക്രിസ്മസ് ആഘോഷിച്ചത്, ആ എല്ലാ ഒരു നൊസ്റ്റാൾജിയ ഫീലായിട്ടാണ് എനിക്ക് ലൈഫിലേക്ക് കടന്നു വന്നത്. അപ്പോൾ എനിക്കെന്തോ ആ ഒരു ക്യാരക്ടറിനോട്, റിയാസ് എന്നുള്ളൊരു ക്യാരക്ടറിനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് ക്വീന് ശേഷം ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു ക്വീൻ ഒരു പുതുമ, എല്ലാ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ക്യാമറയ്ക്ക് ഫ്രണ്ടിലാണെങ്കിലും എല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാവരും, ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ദീപക് ഏട്ടൻ എല്ലാവരും ആണെങ്കിലും, അപ്പോൾ ആ ഒരു ടീമിനോട് ഭയങ്കര ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര പെട്ടെന്ന് സിങ്ക് ആവാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് കാരണം ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും ഓർമ്മയിലൊരു ശിശിരം ഈ വരുന്ന ജൂലൈ 19 റിലീസാവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു. യെസ്, റോബിൻ പറ. റോബിൻ എന്ന് വിളിച്ചാൽ മതി. റോബിൻ അത് ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ അതില് അച്ഛനാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യൻ, പള്ളിയിൽ അച്ഛനാവണം ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ്. ചെറിയ ചെറിയ കോഴിത്തരമൊക്കെ ആയിട്ട് പള്ളിയിൽ അച്ഛനാവാൻ ആഗ്രഹിക്കുന്ന ചെറിയ ക്യാരക്ടറാണ്. പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായി ദീപക് ആദ്യമായിട്ടാണ് മീശയും താടി വടിച്ചിട്ടുള്ള ഒരു അപ്പിയറൻസ് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മീശ വളർത്തിയിട്ടത്. കാരണം ഞാൻ എന്നെ വിവേക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് പൊടി മീശ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സാമന്ത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് മീശ ഉള്ളതില്ല. അല്ല പക്ഷെ പടത്തില് ആദ്യമായിട്ടാണ്, ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ മീശ വളർത്തിയിട്ട് അഭിനയിക്കുന്നത്. എല്ലാരും മീശ പിടിച്ച് അഭിനയിച്ചപ്പോ നീ മാത്രം മീശപ്പോ ഒരു സപ്പോർട്ട്. അപ്പോൾ ഇത് എൻ്റെ 3ാമത്തെ മൂവിയാണ് ക്വീന്, എബ്രഹാമിന്റെ സന്തതികൾ. അതിൽ സിദ്ദിഖയുടെ മോനായിട്ട് അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. എൻ്റെ 3ാമത്തെ മൂവിയാണ് ഓർമ്മയിലെ ശിശിരം. ഇപ്പം ഞങ്ങൾ ഇതിലെ ഇപ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബോഡി വെയിറ്റ് ഒരുപാട് കുറച്ചു. ദീപക് 10 കിലോ, ഞാനൊരു 5 കിലോ കുറച്ച് കഷ്ടപ്പെട്ട്. അപ്പം അടിപൊളിയാണ് നമ്മുടെ മൂവി. അത് അവര് കണ്ടിട്ട് പറയും. എന്തായാലും അവര് കണ്ടിട്ട് പറയും. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നമ്മൾ അവരെന്തായാലും കണ്ടിട്ട് പറയും. നല്ല സിനിമയാണ്, പറയും എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചാണ്. പിന്നെ ഇവിടെ കമന്റ്സ് വന്നോണ്ടിരിക്കും, ഒരു രക്ഷയില്ല. ജെയിംസ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അയച്ചിട്ടുണ്ടല്ലോ. ജെയിംസിന് ഒടുക്കത്തെ ജെയിംസ് എന്തെങ്കിലുമൊക്കെ പറയാൻ അവര് പറഞ്ഞ സൈഡിൽ ഇരിക്കുന്നവരൊക്കെ എന്താണ് ഡയലോഗ് കൊടുക്കുന്നൊക്കെ പറഞ്ഞോ. ഞാനിപ്പോ കേട്ടാ ഞാനിപ്പോ എങ്ങനെ തുടങ്ങേണ്ടത്? ക്യാരക്ടർ എന്ന് പറയുമ്പോ അഭിയേട്ടൻ പറഞ്ഞല്ലോ, അഭിലാഷ്, അഭിന്ന് കൂട്ടുകാരെ വിളിക്കും.
ഇപ്പോൾ ഞാനും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റിയാസിനെ പിന്നെ നിതിനേട്ടെ വെറുപ്പിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിനെ വെറുപ്പിക്കുന്ന നമ്മുടെ കട്ട ചങ്സ് ആണ് ഞാനും റോബിനും. അപ്പം ഞങ്ങളാണ് ഒരു കോമ്പിനേഷൻ. പിന്നെ അങ്ങോട്ടാ പറയണ്ടല്ലേ? ഓക്കെ. അപ്പോൾ റോബിനും ഞാനുമാണ് കോമ്പിനേഷൻ. അതന്നെ. അപ്പോൾ ഞങ്ങൾ വളരെ എൻ്റെ ആദ്യത്തെ മൂവിയാണിത്, ഓർമ്മയിലൊരു ശിശിരം. അപ്പോൾ ഓർമ്മയിലൊരു ശിശിരൻ്റെ ആദ്യത്തെ മൂവിയാണ്. അപ്പോൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ മൂവി ചെയ്തത്. സബിൻ ഫിലിപ്പ് അബ്രഹാം ആദ്യത്തെ മൂവിയിൽ അഭിനയിക്കുമ്പോഴുള്ളൊരു എന്തായിരുന്നു, ഫസ്റ്റ് മൂവി ചെയ്തപ്പോഴുള്ളൊരു ഇത്? ആദ്യത്തെ മൂവിയിൽ അഭിനയിക്കുമ്പോൾ ചേതോ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. രാവിലെ 6 മണിക്ക് വണ്ടി വരും, അപ്പോൾ പോകണം. പിന്നെ ഒന്നാമത് നമുക്ക് സാധാരണ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത, പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് ആ ഒരു പങ്ക്ച്വാലിറ്റി കിട്ടി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, അപ്പോൾ എന്തായാലും വളരെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ജെയിംസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ട് എനിക്ക് ഇവരുടെ എല്ലാവരും മൈന്യൂട്ട് എക്സ്പ്രഷൻസ് നോക്കി കമ്പോസ് ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ പറയും എല്ലാവരും ഇനി ഒരിക്കലും ജോസഫ് കിരൺ ഇനി ഒരിക്കലും മാറില്ല. എന്തായാലും 19-ാം തീയതി ഫിക്സ്ഡ് ആണ്. അടുത്ത ആഴ്ച ഇനി 9 ദിവസം മാത്രമേ ഉള്ളൂ. എന്തായാലും തിയേറ്റേഴ്സിൽ മാറ്റില്ല. അതാണ് കമന്റ്സ് വന്നോണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും മാറ്റരുത്. യെസ്, സോങ് ഇസ് അമേസിങ്. ഒരു മഴ പെയ്ത പോലെ. അതെ, ഇടയ്ക്ക് നമ്മളെയും കൂടി മൈൻഡ് ചെയ്യും സബിൻ ഫിലിപ്പ്. യെസ്, മൈൻഡ് ചെയ്യുന്നുണ്ട്. യെസ്, സോങ് ഇസ് അമേസിങ്. അങ്ങനെ ഒരുപാട് പറഞ്ഞു. ആ പാട്ടിലേക്ക് കിടക്കാം. അതെ, കൈനീട്ടിയാരോ എന്ന് പറഞ്ഞ പാട്ടിലേക്ക് കിടക്കാം. അതായത് ഇപ്പൊ ഈ മഴ പെയ്തിറങ്ങിയ പോലെ അവർ പറഞ്ഞ പാട്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ റൊമാൻസ് കാണിച്ചിരിക്കുന്നത് ആ പാട്ടിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്ത സിനിമ എന്താ പറയാ, അതിന്റെ യാത്ര എന്ന് പറയുന്നത് ഈ പാട്ടിലൂടെയാണ്. തുടക്കത്തിലും അവസാനവും ഒക്കെ ഈ സിനിമയുടെ ഓരോ ഇന്റർവെൽസിലും ഓരോ ഘട്ടത്തിലും ഈ പാട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. കാരണം ഒരു ഡയലോഗിന് പകരം ഈ പാട്ട് വരുന്നുണ്ട്. വർഷ എന്ന ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ പാട്ട് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ഇതിപ്പോ എഴുതിയത് ഹരിനാരായണ ചേട്ടനാണ്, പാടിയത് മെറിനാണ്. ഒരു സോളോ നമ്പറാണ് മെറിന്റെ. വളരെ മാജിക്കലായിട്ട് തോന്നി എനിക്ക് ആ കുട്ടിയുടെ ശബ്ദം ഈ പാട്ടിൽ വളരെ ആപ്റ്റ് ആയിട്ടാണ് ആദ്യം ലോഞ്ച് ചെയ്തത്. നമ്മൾ മ്യൂസിക്കൽ ടീസർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിറിക് വീഡിയോ അല്ല, ഇപ്പൊ നമ്മൾ മേക്കിംഗ് വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. കാരണം ഇതിന്റെ വീഡിയോ പല സിനിമയായിട്ട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് അത് വിടാൻ പറ്റില്ല. മേക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മളിപ്പോ വിടുന്നത്. അപ്പൊ ആ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. വിജയേട്ടാ, പൂമുത്തോളെ പ്ലീസ്. കൈനീട്ടിയാരോ അതിലോലം തലോടും പതിയേ ഹൃദയം പൂവാകച്ചോട്ടിൽ ഇളവേൽക്കുന്ന കാറ്റോ മഴയോ വെയിലോ പറയാനാവാതെ മനസ്സിൽ പൊഴിയും തോരാ
നിമന്ത്രണം കാതോർക്കുവാൻ നീയില്ലയോ ഏതോ നിലാവിൻ തീരങ്ങളിൽ മാഞ്ചില്ലയിൽ കുയിൽ തരും കളാരവം നീയോതിടും കുളിർ തൊടും സ്വകാര്യമായി കാണുന്നതില്ലേ നീ എൻ മനം കനവാണോ കഥയാണോ വെറും തോന്നലാണോ ഇനി അനുരാഗം ഇതളാർന്നോ അറിഞ്ഞില്ല ഞാനൊന്നുമേ കൺപീലികൾ പുൽകുന്നോരാ ഓരോ നിലാവും പോയി പോകവേ സ്വപ്നങ്ങൾ തൻ മൺചിപ്പിലെ പൊന്മുത്തു തേടി വന്നീല നീ സൂര്യാംശവും ഇരുൾ നിറം പൊഴിഞ്ഞിതാ ഹേമന്തവും ഉടൽ ചുടും ദിനങ്ങളായി ഓതാതെ പോകും വാക്കായി ഞാൻ കനവാണോ കഥയാണോ വെറും തോന്നലാണോ ഇനി അനുരാഗം ഇതളാർന്നോ അറിഞ്ഞില്ല ഞാനൊന്നുമേ യെസ് അങ്ങനെ നമ്മുടെ സിനിമയിലെ അടുത്ത പാട്ടും കൂടി നമ്മൾ കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അതെ. നമുക്കൊരു 2 വരി മ്യൂസിക് ഡയറക്ടറിന്റെ വായിന്ന് രഞ്ജിൻ തന്നെ പാടി കേൾക്കുന്നതും കൈനീട്ടി വേണ്ടല്ലോ. കൈനീട്ടി കേട്ടല്ലോ നമ്മള്. പൂന്തന്നലിൽ എന്ന് പറയുന്ന പാട്ടാണ് അടുത്തുള്ളത്. അത് ഹരിചരൺ പാടിയ പാട്ടാണ്. അത് ഡ്യുവറ്റ് ആണ്. ഹരിചരനും മെറനും കൂടെ പാടിയത്. അപ്പൊ അത് രണ്ടുപേരും ഭയങ്കര പിച്ചാണ്. ഞങ്ങൾ പിച്ചിത്തരാം. നീ തന്നെ ഉണ്ടാക്കിയതല്ലേ പാട്ട്? ഞങ്ങൾ ആരും പറയില്ല. ഇതിന്റെ ഉത്തരവാദിയല്ല. ഹരി പാടിയതല്ല. അതുകൊണ്ട് ഹരി പാടിയത്. പൂന്തെന്നലിൻ പുല്ലാങ്കുഴൽ നിന്നെ കുറിച്ചൊന്നു പാടി പൂന്തിങ്കളും പൊൻതാരവും നീ തന്നെയായിന്നു മാറി കണ്ണൊന്നു ചിമ്മുന്ന നേരങ്ങളെല്ലാം നെഞ്ചാകെ നിൻ കാൽത്താളമായി സ്വപ്നങ്ങളെല്ലാം നിറം ചാർത്തി നിന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു തീരാതെ നാമിങ്ങനെ തൂമഞ്ഞിനാൽ തമ്മിലൊട്ടുന്ന പൂവല്ലിയായി. നമ്മുടെ ജെയിംസിനെ മിമിക്രി ചെയ്യാൻ പറഞ്ഞ് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജെയിംസ് യെസ്, ഫാൻസിനെ കൊണ്ട് ഒരു രക്ഷയില്ല. മിമിക്രി ചെയ്തില്ലെങ്കിൽ നമ്മള് ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് തല്ലുന്നൊക്കെയാണ് എഴുതിയേക്കുന്ന കമന്റ് ചെയ്തോ. അല്ല അങ്ങനൊക്കെ ചെയ്യുമോ? ഓ ഞാൻ ചെയ്യാം. ജയറാമേട്ടന്റെ സൗണ്ട് ചെയ്യാം. അല്ല ക്യാമറ ജയറാമേട്ടന്റെ സൗണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന സിനിമയിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഡയലോഗ് പറയാം. സൗണ്ട് കറക്റ്റാണെന്ന് അറിയില്ല, എന്നാലും
അയ്യോ എന്താ ഇത്, ചപ്പാത്തിയും കോഴിക്കറിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനെ. പ്രത്യേകിച്ച് ഈ രാത്രി യാത്രയ്ക്ക് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഒരു പോളെ കണ്ണടച്ചപ്പോൾ കൂർക്കം വലിക്കാൻ തുടങ്ങും. പലരും ഈ പ്രശ്നത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാരില്ല, കുട്ടി കിടന്നോളൂ, ഇനി ഉണ്ടാവില്ല. സിദ്ദിഖൻ കൂടി ഉണ്ടെങ്കിൽ ഒന്ന് കൊഴുത്താൻ. ആൻമരിയ അത് കുറെ അല്ല, എന്നാലും ചെറിയൊരു നമ്മുടെ ജിത്തു ജോസഫ് സാറിന്റെ ദൃശ്യം എന്ന സിനിമയിലെ ഒരു ഭാര്യനോട് കയർത്ത് സംസാരിക്കുന്ന ഒരു സീൻ ഒക്കെ. ഒരു ചെറുപ്പക്കാരൻ നശിക്കാൻ വേണ്ട എല്ലാ സൗകര്യവനുണ്ട്. ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് കണക്ഷൻ, കാർ, ക്രെഡിറ്റ് കാർഡ്. ഗീത, നിന്റെ അന്ധമായ പുത്രസ്നേഹമാവാൻ മുതലെടുക്കുന്നത് നീ തിരിച്ചറിയാതെ എനിക്ക് മനസ്സിലാക്കത്ത്. ഇന്നലെ ഞാൻ അവൻ്റെ മുറി പരിശോധിച്ചു. ആ ബില്ലിൽ എന്താ എഴുതിയിരിക്കുന്നത്? 4 പാൻസ്, 2 പിന്നെ അതെപ്പോഴും പോകും. ഒരു അന്യായ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഞാനത് ചെയ്യാൻ പറ്റില്ല, കാരണം അനശ്വരയോട് ഒരു പാട്ട് പാടാനാണ് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞ് കണ്ണൂരിന്ന് ആരോ ടേബിൾ മാറ്റി ചിലപ്പോൾ ഡാൻസ് ചെയ്യായിരിക്കാം. ഫേസ്ബുക്കിന്റെ ഓഫീസ് നമുക്ക് കുലുക്കണ്ട. അത് ഇത്രയും നല്ല പാട്ടുകാരുണ്ടായിട്ട് അവരെ മുന്നിൽ പാടാൻ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല. അത് കുഴപ്പമില്ല, ഇല്ലില്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കുണ്ട് പാടാൻ അറിയില്ല. വീട്ടിലൊക്കെ പോയി എന്റെ പാട്ട് ഞാൻ മാത്രം കേട്ടാ മതി. അങ്ങനെ അപ്പോ വിവേക് 19-ാം തീയതി വീണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 19-ാം തീയതി അതെ, ഇനി എന്തായാലും മാറില്ല. 19-ാം തീയതി മാറിയ പിന്നെ നമ്മളില്ല. അതെ, ഇനി 9 ദിവസം മാത്രം. കൃത്യം 9-ാം ദിവസം തിയേറ്റേഴ്സിൽ ഓർമ്മയിലൊരു ശിശിരം വരുന്നതായിരിക്കും. എന്താ പറയുക, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കണ്ട് വിജയിപ്പിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ അത്രയ്ക്കും അധികം എൻജോയ് ചെയ്താണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ വരാത്ത ടെക്നീഷ്യൻസും പല ആർട്ടിസ്റ്റുകളും അല്ലാത്ത ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത് വളരെയധികം എന്താ പറയുക ഒരു നമ്മളൊരു ഒരു ട്രിപ്പ് പോയ പോലെ, അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പോലെ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പുതിയ ഡയറക്ടറാണെന്നും ഒരു ഫസ്റ്റ് മൂവി ഡെബ്യൂ മൂവിയാണെന്നൊന്നും നമുക്ക് തോന്നിയില്ല. അത്ര ഫ്രണ്ട്ലി ആയിരുന്നു. ചിരിച്ച് പിന്നെ എക്സ്പീരിയൻസ് ആക്ടറിനോട് ഞങ്ങൾക്ക് അഭിനയിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളോട് സിംഗായി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങള് പലപ്പോഴും ഇങ്ങനെ ചുമ്മാ പറയല്ല, ഞാൻ നോക്കി നിന്ന് പോയിട്ടുണ്ട്. ചുമ്മാ പറയല്ല എടുത്തു പറഞ്ഞു. പഠിക്കാൻ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ദീപകേണ്ടവരെയൊക്കെ റബ്ബർത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് പാട്ടുകൾ പറഞ്ഞായിട്ട് വീച്ചേട്ടന്റെ 4 പേര് കേൾക്കാനായിട്ട് കുറെ. അത് കൂടുതലും വന്നേക്കണ നമ്മുടെ പൂമുത്തോള തന്നെയാണ്. അതിലേക്ക് കിടക്കാം. അതെ, സമയമുണ്ട് നമുക്ക്. നമ്മൾ ജോസഫ് കഴിഞ്ഞ് ഇനി ഓർമ്മയിലൊരു ശിശിരത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഈ ഓർമ്മയിലൊരു ശിശിരം എന്ന് പറയുന്നത് എന്താ പറയുക, എന്താണ് എന്നുള്ള കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഓർമ്മയിലൊരു ശിശിരം? ഓർമ്മയിലൊരു ശിശിരം ആദ്യ പ്രണയം തന്നെയാണ്. ഓർമ്മയിലൊരു ശിശിരം ആദ്യ പ്രണയമാണ്. ആദ്യ പ്രണയം എന്താ പറയുക അവരെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റിയവർ, അവരായിട്ട് ജീവിക്കുന്നവർ കുറേ പേരുണ്ട്. ആദ്യ പ്രണയം നഷ്ടപ്പെട്ടവർ കുറേ പേരുണ്ട്. 2 കൂട്ടർക്കും ഈ സിനിമ എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു കൗമാരകാലത്ത് കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, അച്ഛനമ്മ, അവരുടെ എന്താ പറയുക ഒരു സപ്പോർട്ട് കാര്യങ്ങൾ, അവരുടെ എങ്ങനെയാണ് ഒരു അച്ഛനമ്മ ഒരു മക്കളെ വളർത്തേണ്ടത്, അല്ലെങ്കിൽ ഒരു മകനായിട്ട് എങ്ങനെയാണ് അച്ഛനമ്മയുടെ മുമ്പിൽ മകൻ്റെ കടമകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ കുട്ടി മുതൽ മുത്തശ്ശി വരെ ഉള്ള പ്രായത്തിലുള്ളവർക്ക് വരെ തിയേറ്ററിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഓർമ്മയിലൊരു ശിശിരം.
ഫസ്റ്റ് ലവ് ആണ് ഇതിന്റെ ജോണറെങ്കിലും ഒരുപാട് നൊസ്റ്റാൾജിയ ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുള്ള ബൂട്ട് കട്ട് കാലഘട്ടം അത്തരം ഒരുപാട് നമ്മൾ മറന്നുപോയ കുറെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭയങ്കര ഒരു ഐ മീൻ എനിക്കിപ്പോൾ ട്രെയിലർ ഒരു മൂവി ഗോർ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും എല്ലാ സിനിമയും മാക്സിമം പറ്റുന്ന സമയം തിയേറ്ററിൽ പോയി കാണാൻ നോക്കും, അല്ലെങ്കിൽ DVD ഒറിജിനൽ മേടിച്ച് വീട്ടിൽ ഇരുന്ന് കാണും. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഈ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സീരിയസ് ഫിലിമാണെന്നൊക്കെ പേര് കൊണ്ടോ അല്ലെങ്കിൽ മേ ബി ഇപ്പോൾ പാട്ട് കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നായിരിക്കും. പക്ഷേ ട്രെയിലറിൽ മാത്രമല്ല, അതുപോലെ തന്നെ കഥയിൽ തന്നെ ലോട്ട് ഓഫ് ഇറ്റ് അല്ലെ, ആ സ്കൂളിലുള്ള രസങ്ങളും ആ പ്രേമത്തിന്റെ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിന്റെയും കാര്യത്തിലൊക്കെ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇറ്റ് ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഞാനും കാത്തിരിക്കുകയാണ് കാണാൻ. ഇതുവരെ കണ്ടവരെല്ലാവരും പറഞ്ഞു വളരെ സ്പീഡായിട്ട് വളരെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നിമിഷം പോലും നമ്മൾ വാച്ച് പോലും നോക്കാൻ സമയം എടുക്കുന്നില്ല എന്നൊക്കെയാണ് കമന്റ്സ്. വാച്ച് എടുക്കാൻ പോലും തോന്നുന്നില്ല. അതെ, പേര് ഓർമ്മയിലൊരു ശേഷം പഴയ പേരാണെങ്കിലും നമ്മുടെ ലാലേട്ടന്റെ പഴയ സിനിമയിലെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും കുറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഓർമ്മയിലൊരു ശിശിരം. ഇവിടെ അനശ്വര എന്താ ഒന്നും മിണ്ടാട്ടെ എന്ന് പറയുന്നുണ്ട്. ഫോർ യുവർ ഇൻഫർമേഷൻ, അനശ്വരയാണ് ഈ സിനിമയിലെ ഹീറോയിൻ. അധികം മിണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇവരെല്ലാരും എന്നെ കൊന്നു തിന്നും, അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അത് കൂടുതൽ സംസാരിക്കാത്തത്. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്. എങ്ങനെ അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ വിവേക്? സംവിധായകന് കിട്ടിയ തേപ്പിന്റെ കഥയാണോ ഈ സിനിമ? അല്ല, ഒരിക്കലും അല്ല. ഈ ചോദ്യത്തിന് വല വെച്ച് കൊടുത്തു നീയാണ്. നേരത്തെ സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു തേപ്പ് കിട്ടാനുള്ള ചാൻസ് ഈ സിനിമയില് അസോസിയേറ്റ് ഡയറക്ടർ ഇവന്റെ ഭാര്യ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഈ ഷോ കണ്ടോണ്ടിരിക്കുന്നു, ഈ ലൈവ് ഷോ കണ്ടോണ്ടിരിക്കുന്നു. ആദ്യ പ്രണയം സക്സസ്ഫുൾ ആയിരുന്നു അല്ല എന്തായിരുന്നു? അതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അടുത്ത ലൈവിൽ എത്തിയാൽ എങ്ങനെ അപ്പോ എന്താ പറയാ, ഐ തിങ്ക് കുറച്ച് പേര് എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് അല്ലേ നമ്മള് കുറെ പേര് ചോദിച്ചു. നമ്മള് വേറെ ഇതിലുള്ള ഇനി പുതിയ ഞങ്ങളുടെ കോമ്പിനേഷനിൽ ഒരു പാട്ടുണ്ട്. അതല്ലാണ്ട് മെറിൻ, ഹരിചരൺ, ബെനിയൊക്കെ പാടിയിട്ടുള്ള നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങളെല്ലാവരും അത് തിയേറ്ററിൽ വരുമ്പോഴും കാത്തിരിക്കുക. സോ ആ സോങ്സ് ഒക്കെ കേൾക്കാൻ ഞാനും കാത്തിരിക്കുകയാണ്. ആൻഡ് ഇതിലൊരു പാട്ട് ഫൈനലി ഐ തിങ്ക് ആ ജോസഫ് കോമ്പിനേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാട്ട് പാടാൻ സാധിച്ചത് വളരെ സന്തോഷം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചേട്ടൻ പാടിയ ശേഷം പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയ പാട്ടാണ് ഇത് എന്ന് പറഞ്ഞു. ഐ തിങ്ക് അതിൻ്റെ കോമ്പോസിഷൻ ഇസ് വെരി എന്താ പറയുക ഇമോഷണൽ. ആ കോമ്പോസിഷനിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഇമോഷൻ. സോ പക്ഷേ ഈ പടത്തിൽ നമ്മളിപ്പോൾ അതിനു വേണ്ടിയാണ് വന്നിരിക്കെങ്കിലും ഇവിടെ എത്രയോ പേര് നമ്മൾക്ക് റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരുമിച്ചുള്ള സ്ഥിതിക്ക് അതിന് എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സോങ് ആയി മാറിയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി രണ്ട് വരി പാടി അല്ലേ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ മൈക്ക് എടുക്കട്ടെ, ലിറിക്സ് എടുക്കട്ടെ ജസ്റ്റ് ഇൻ കേസ്. നമുക്ക് ഒരുമിച്ച് പാടിയല്ലോ, കുറച്ച് എടുത്തോളൂ. പൂമുത്തോളെ നീരിൻ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി, ആഴിത്തീരമാല പോലെ കാത്തു നിന്നേൽക്കാം, പീലിച്ചേറുത്തൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാം, കനിയേ വിനിയൻ കനവിതളായി നീവാ, നിധിയേ മടിയിൽ പുതുമലരായി വാവാ.
ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള ലൈവുകളിൽ വേനൽ പൊതിഞ്ഞ വേണം എന്ന് പറഞ്ഞിട്ട് വരട്ടെ, കമന്റ്സ് വരട്ടെ. അതുപോലെ തന്നെ ഒരുമിച്ച് പാടാൻ, അതെ, ഇതേപോലെ ഒരുമിച്ച് പാടാനും ചാൻസ് കിട്ടട്ടെ. സോ എനിക്കും വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഫേസ്ബുക്ക് ലൈവിൽ വരുന്നത്, അതും ഒരു ടീം, ഇങ്ങനത്തെ ഒരു യങ്, വളരെ എന്താ പറയാ, ചാർമിങ്, പുള്ളിനെ എടുത്ത് പറയാം, എന്നെ പോലെ ഇങ്ങനത്തെ ഒരു ചാർമിങ് ആൻഡ് എന്താ പറയാ ഫൺ. ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് തന്നെ ഒരു 3-4 മണിക്കൂറായിട്ടുള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയെങ്കിലും, പക്ഷെ ഞങ്ങളൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴാണ് മീറ്റ് ചെയ്ത് ഒരു ബിരിയാണിയൊക്കെ ഒരുമിച്ച് കഴിച്ച് കുറെ നേരം കാത്തിരിപ്പില് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പരസ്പരം മനസ്സിലാക്കാൻ പറ്റി, കുറച്ച് സെൽഫീസ് ഒക്കെ എടുത്തു അല്ലേ. അപ്പോ വിവേക്, സോ വിത്ത് യുവർ വേർഡ്സ് വിൽ കൺക്ലൂഡ്. വീണ്ടും പറയാണ്, ഇനി 9 ദിവസം മാത്രം, 19-ാം തീയതി. കാരണം ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു നിങ്ങൾക്ക് ഞങ്ങളുടെ സിനിമ കാണിക്കാനായിട്ട്. അപ്പോൾ അത് ഫൈനലി തിയേറ്റേഴ്സിൽ വരികയാണ്. ഇനി 9 ദിവസം മാത്രം. 9-ാം ദിവസം രാവിലെ തൊട്ട് നിങ്ങളെല്ലാവരെയും അടുത്തുള്ള തിയേറ്റേഴ്സിൽ ഈ സിനിമ ഓർമ്മയിലൊരു ശിശിരം, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇത്രയും നേരം നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക, ഈ പറഞ്ഞ ബഹളം കേട്ടിരുന്ന് സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. സിനിമ ഒരു ലൈവും കൂടി വരാൻ പറ്റട്ടെ, ഒരു ലൈവും കൂടി വരാൻ പറ്റട്ടെ. ഫേസ്ബുക്കുകാർ ഞങ്ങൾ വീണ്ടും ക്ഷണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫേസ്ബുക്കിനോട് വലിയ അതെ, ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൻ്റെ ഓഫീസ് വരുന്നത്. വലിയ ഹ്യൂജ് ഓഫീസാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ തന്നെ ഒരു 3-4-5 സെക്യൂരിറ്റി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളൊന്ന് ഞെട്ടി. ഞങ്ങൾ വന്നിരുന്ന് ആകെ ഇവിടെ വന്നിട്ട് നമ്മുടെ ആള് വന്നിട്ട് കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് നെർവസ് ആയി. പക്ഷേ ഇറ്റ് വാസ് ഫൺ അല്ലേ, ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു, രസമായിട്ട് പോയി. സോ നെക്സ്റ്റ് ലൈവ് സിനിമ റിലീസിന് ശേഷം ഞങ്ങളെല്ലാവരും വരുന്നതായിരിക്കും. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ സിനിമ വലിയൊരു വിജയമാക്കി തീർക്കണം. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ബിഗ് ബൈ. ബൈ. ബൈ ബൈ.